പ്രൈസ് ലോർഡ്. ഇത് സദ്വാർത്ത. എവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുന്നു. 25-ാം സങ്കീർത്തനം 15-ാം വാക്യം. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകും, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കാകും. ദൈവത്തിങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ മറ്റ് വഴികളിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ തനിക്ക് മുമ്പിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ തനിക്ക് മുമ്പിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുവാൻ കഴിയുകയില്ല. ഇവിടെ പറയുന്നു, എൻ്റെ കണ്ണ് യഹോവയിലേക്കാണ്. അതായത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. ശത്രു ഒരുക്കിയിരിക്കുന്ന കെണികളെ പലപ്പോഴും നമുക്ക് അറിയുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾക്ക് തീർച്ചയായും ഈ ശത്രു ഒരുക്കിയിരിക്കുന്ന കെണികൾ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് അറിയാം, പഴയ കാലങ്ങളിലുമൊക്കെ ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നവർ, അവർ കുഴികൾ, ആനകളെയൊക്കെ പിടിക്കുമ്പോൾ ചില കുഴികൾ ഉണ്ടാക്കും. അത് അറിയില്ല, ആ മൃഗങ്ങൾ ഓടി വന്ന കുഴിക്കകത്ത് വീഴുകയാണ് എന്ന് പറയുന്നത് പോലെ ശത്രു ഒരുക്കിയിരിക്കുന്ന കെണികളെ നമുക്ക് പലപ്പോഴും അറിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവവുമായി നിരന്തരം ബന്ധത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും, എല്ലാ ദുർഘടങ്ങളെയും സമമാക്കുവാൻ ദൈവം അവന് മുമ്പായി കടന്നു ചെന്ന് എല്ലാ ദുർഘടങ്ങളും സമമാക്കി അവനെ ശുഭകരമായ ഒരു യാത്രയിലേക്ക്, അല്ലെങ്കിൽ ശുഭകരമായ ഒരു യാത്ര അവന് സമ്മാനിക്കുവാൻ ഇടയായിത്തീരും. പ്രിയ സുഹൃത്തെ, സർവശക്തനായ ദൈവം താങ്കളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും താങ്കളെ വിടുവിക്കും. ഈ പകൽക്കാലം താങ്കൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടുകൂടെ കടന്നു പോകുകയാണെങ്കിൽ, എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ഈ പകൽക്കാലം താങ്കളോടൊരു സദ്വാർത്തയുണ്ട്. തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്ന, അതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും എന്നാണ് വായിക്കുന്നത്. അവൻ തൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിക്കാൻ യേശു ദൈവം മതിയായവനാണ്. ഇന്ന് പകൽക്കാലം താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരത്തിലോടുകൂടെ, പ്രയാസത്തോടുകൂടെ കടന്നു പോകുന്ന ജീവിതമാണ് താങ്കളെങ്കിൽ, ഈ പകൽക്കാലം താങ്കളോട് പറയാനൊരു സദ്വാർത്തയുണ്ട്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, താങ്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിശ്ചയമായും ദൈവം താങ്കളെ സഹായിക്കും. താങ്കളുടെ പ്രശ്നങ്ങൾ എത്ര ഭീകരമാകട്ടെ, അതിനെ അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം താങ്കളെ സഹായിക്കും. ആയതുകൊണ്ട് അവൻ നമുക്ക് തുണയാണ്, അവൻ നമുക്ക് ബലമാണ്, അവൻ നമ്മളെ കരുതും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരകനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.